ലഹരിമരുന്ന് വേട്ടയായ ഓപ്പറേഷൻ തൂഫാൻ കേരളം ഒട്ടാകെ നടക്കുകയാണ്. എന്താണ് തോന്നുന്നത്? കേരള ഗവൺമെൻറ് നടത്തുന്ന അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് നടത്തുന്ന ലഹരി മാഫിയയെ വേട്ടയാടുന്ന തൂഫാൻ, ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ള പദ്ധതി 10 വർഷമായിട്ട് കേരളം കാത്തിരുന്നൊരു പദ്ധതിയായിരുന്നു. 10 വർഷം ആലോചിച്ച് നോക്കും. പിണറായി വിജയൻ ഭരിച്ച 10 വർഷം. ഈ 10 വർഷത്തിൽ ഇവിടുത്തെ ലഹരി മാഫിയെ പൂട്ടാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ ഇവിടെയൊക്കെ പിടിക്കാറുണ്ട്. എക്സൈസ് വകുപ്പിനും ആഭ്യന്തര വകുപ്പിനും ഒരു ഇൻഫർമേഷൻ കിട്ടുമ്പോൾ പലരെയൊക്കെ പിടിക്കുന്നുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, പെരുമ്പാവൂരിനടുത്ത് വല്ലത്തുനിന്ന് ഒരിക്കൽ 100-200 കിലോ കഞ്ചാവൊക്കെ പിടിച്ചത്. ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിലും നമ്മുടെ സമൂഹത്തിൽ ലഹരി വ്യാപകമായിരുന്നു. സ്കൂൾ കുട്ടികൾ വരെ ലഹരി ഉപയോഗിക്കുമായിരുന്നു. MDMA എവിടെയും കിട്ടുന്നു. എവിടെയെങ്കിലുമൊക്കെ വൈകിട്ട് സന്ധ്യ കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വഴി തിരിയുന്ന ഒരു കോണിൽ 2-3 ചെറുപ്പക്കാർ നിൽപ്പുണ്ടെങ്കിൽ പലപ്പോഴും സംശയിക്കണം അവിടെ ലഹരി കച്ചവടം നടക്കുന്നുണ്ടായിരുന്നു. ഇതുപോലെ പലപ്പോഴും ചില ആൾക്കാർ, ഞാനൊക്കെ ഒരു വണ്ടി പോകുമ്പോൾ ഒപ്പമുള്ളവർ കാണിച്ചു തരും, ഇതവിടെ അതാട്ടോ നടക്കണേ എന്നുള്ള ഒരു ലൈനുണ്ട്. നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല, പക്ഷേ അറിയാവുന്നവർ പറഞ്ഞു തരും അത് ലഹരി കൈമാറ്റമാണ്, പണം കൊടുത്ത ആൾക്കാർ വാങ്ങുന്ന പരിപാടി നടക്കുന്നുണ്ട്. ഇത്രയ്ക്ക് വിസിബിളായിരുന്നു, ഇത്രയ്ക്ക് വ്യാപകമായിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഇരയായത് ഞാൻ ജീവിക്കുന്ന ആളാണ്. പെരുമ്പാവൂർ ടൗണിനെ പറ്റി ഒരു ന്യൂസ് വരാത്തൊരൊറ്റ ദിവസമില്ല. എത്ര ശാന്തമായൊരു പ്രദേശമായിരുന്നു അറിയോ പെരുമ്പാവൂർ. ഈ ടൗൺ എന്ന് പറയണത്, ഈ ടൗണിൻ്റെ നടുക്ക് 4-5 അമ്പലങ്ങളും കുറേ മനുഷ്യരും, ഹിന്ദുവുണ്ട്, ക്രിസ്ത്യനുണ്ട്, മുസ്ലിമുണ്ട്. ഇവരെല്ലാം ഒരു വളരെ സൗഹൃദത്തോടെ ജീവിച്ചു പോകുന്നു. ഇവരുടെ ക്രിസ്ത്യൻ പള്ളികളുണ്ട്, മുസ്ലിം പള്ളിയുണ്ട്, ടൗണിൽ ഒത്തടുക്ക് തന്നെ. ഇങ്ങനെയൊക്കെ പോകുന്നൊരു പ്രത്യേക സ്ഥലം. ഇവിടുത്തെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ് എന്ന് പറയുന്നത് പെരുമ്പാവൂർ റയോൺസ് എന്ന് പറഞ്ഞ കമ്പനിയായിരുന്നു. പെരിയാറിൻ്റെ തീരത്തുണ്ടായ റയോൺസ്, പെരുമ്പാവൂർ നഗരത്തിലെ ഒരു വലിയ വിഭാഗം നിവാസികൾ പലയിടത്തുനിന്നായിട്ട് വന്ന് റയോൺസിൽ ജോലി ചെയ്ത ആൾക്കാരായിരുന്നു. അവരിവിടെ സ്ഥലം മേടിച്ചു, വീട് വെച്ചു. അവരൊരു വലിയൊരു കമ്മ്യൂണിറ്റി ആയിട്ട് ഉയർന്നു വന്നു. ഈ ടൗണിൻ്റെ ഡെവലപ്മെൻറ്റിൽ അവരുണ്ടായി. പെരുമ്പാവൂർ നഗരത്തിലെ പല സ്ഥാപനങ്ങളും ആ റയോൺസ് കമ്പനിയിലെ ജീവനക്കാരെ ഡിപ്പെൻഡ് ചെയ്താണ് പൊങ്ങി വന്നത്. പിന്നെ ഒരു ഘട്ടത്തിൽ റയോൺസ് കമ്പനി പൂട്ടിപ്പോയി. അങ്ങനെ വന്നൊരു പ്രത്യേക ഗ്യാപ്പിൽ പിന്നീട് പെരുമ്പാവൂരിൻ്റെ സാമ്പത്തിക സ്രോതസ്സായിട്ട് മാറി വന്നത് പ്ലൈവുഡ് കമ്പനികളാണ്. 100 കണക്കിന് പ്ലൈവുഡ് കമ്പനികൾ, 1000-കണക്കിന് പ്ലൈവുഡ് കമ്പനികൾ. ഈ കമ്പനികളിൽ നിറയെ വർക്ക് ചെയ്യാൻ അന്യസംസ്ഥാന തൊഴിലാളികൾ. ആദ്യഘട്ടത്തിൽ തമിഴന്മാരൊക്കെയാണ് വന്നിട്ടിരുന്നത്. പിന്നെ വടക്കേ ഇന്ത്യൻ ആൾക്കാരായി. നമ്മൾ പൊതുവിൽ ബംഗാളികൾ എന്ന് വിളിക്കുന്ന ആൾക്കാർ ഇവിടെ വന്നുകൂടുന്നു. അവർ ജോലി ചെയ്യുന്നു. ബംഗാളിയാണെങ്കിൽ അവർ ബംഗാളിൽ നിന്ന് മാത്രമല്ല, ഒറീസക്കാരുണ്ട്, ബീഹാറുകാരുണ്ട്, UP-കാരുണ്ട്, അസം പ്രദേശത്തുള്ള ആൾക്കാരുണ്ട്, നോർത്ത് ഈസ്റ്റേൺ പല സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരുണ്ട്, മണിപ്പൂരിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഇതൊക്കെ കൂടാണ്ട് ബംഗ്ലാദേശികളുണ്ട്. ഇവരുടെയൊക്കെ മറവിൽ ആരൊക്കെയോ എവിടെ നിന്നൊക്കെയോ വരുന്നുണ്ട്. പാകിസ്ഥാനികൾ വരെ ഉണ്ടായിരുന്നില്ലെന്ന് സംശയമുണ്ട്. മാവോവാദി മേഖലയിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ ഒരു വലിയ കമ്മ്യൂണിറ്റി ഇവിടെ ഡെവലപ്പ് ചെയ്തു. ഞായറാഴ്ച ദിവസം പെരുമ്പാവൂർ ടൗണിൽ ഇറങ്ങിയാൽ നിങ്ങൾക്കൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ, അത് വഴി ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് ബംഗാളി അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഒറിയ അറിഞ്ഞിരിക്കണം. ഇതാണ് അവസ്ഥ. കാരണം അവരെ മാത്രമേ കാണാനുള്ളൂ, ലോക്കൽ ആൾക്കാരെ ഒന്നും കാണാനില്ല. ഞായറാഴ്ച ദിവസം ടൗണിലെ മിക്ക കടകളും അടവായിരിക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന അന്നാണ്. അപ്പോൾ എല്ലാ കടകളുടെയും തിണ്ണകളിൽ ചെറുകിട കച്ചവടക്കാർ, വഴിയോര കച്ചവടക്കാരെ പോലെ നിരവധി പേര് വരുന്നു. അവർ അനേക സാധനങ്ങൾ വിൽക്കുന്നു. ഇതെല്ലാം വാങ്ങാൻ വേണ്ടി ആൾക്കാർ വരുന്നു. ഏറ്റവും കൂടുതൽ മീനും ഇറച്ചിയും വിറ്റ് പോകുന്ന അന്ന്. കാരണം ഈ അന്നത്തെ ഒരു അവധി ദിവസമാണ് ആൾക്കാർ വന്നിട്ട്, ബംഗാളികൾ എന്ന് പറയുന്ന ആൾക്കാർ വന്നിട്ട് ഫിഷ് വാങ്ങുന്നത്. ബംഗാൾ, അസം, അതുപോലെ ബംഗ്ലാദേശ് മേഖലയുള്ളവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫിഷ്. അവരത് വാങ്ങുന്നു. ഇങ്ങനെ പോകുന്നു. ഇങ്ങനെ ഒക്കെ ഒരു ഇക്കോണമി ഡെവലപ്പ് ചെയ്ത് പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് മറ്റൊരു സംഭവം ഉണ്ടാകുന്നത്. കാരണം ക്രൈമുകൾ വേറെടുത്ത് വർദ്ധിക്കുന്നു. അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഇടയ്ക്കുള്ള ക്രൈമുകൾ, പല രീതിക്കുള്ള ക്രൈമുകൾ വർദ്ധിച്ചു വരുന്നു. അതെന്ന് പറയുമ്പോൾ അവരുടെ ഇടയ്ക്കുള്ള ഗുണ്ടായുസമുണ്ട്, തമ്മിത്തല്ലുണ്ട്, മോഷണങ്ങളുണ്ട്, അക്രമങ്ങളുണ്ട്. ഇതൊക്കെ കൂടാതെ വേശ്യാവൃത്തിയും ഡെവലപ്പ് ചെയ്തു. ഇതിൻ്റെ കൂടത്തിൽ തന്നെ മയക്കുമരുന്നിൻ്റെ വ്യാപാരം വന്നു. ഇതെല്ലാം വിവിധ തരത്തിലുള്ള ക്രൈമുകളാണ്. ഇവരുടെ ഇടയ്ക്കുള്ള പല ക്രൈമുകളും നമ്മൾ വെളിയെ അറിയാറില്ല. അവർ തമ്മിലുള്ള തമ്മിത്തല്ലൊന്നും അറിയാറില്ല. മരണം ഉണ്ടാകുമ്പോൾ മാത്രം, ഒരു കൊലപാതകം ഉണ്ടാകുമ്പോൾ മാത്രം പിറ്റേന്ന് പത്രത്തിൽ വരും. അത് ഇടയ്ക്കിടയ്ക്ക് പ്രാദേശിക എഡിഷനിൽ ഇത്തരം ന്യൂസ് വരുന്നത് ഞങ്ങളെപ്പോലുള്ളവരൊക്കെ കാണാറുണ്ട്. അതിൽ കുറച്ച് പേര് അറസ്റ്റിലാവുന്നു, അവർ ജയിലിൽ പോകണം. ഇങ്ങനെയൊക്കെയാണ്. എന്തെങ്കിലുമൊക്കെ തർക്കത്തിൻ്റെ പുറത്ത് പ്രശ്നം ഉണ്ടാവാറുണ്ട്. മൊബൈൽ ഫോൺ മോഷണത്തിൻ്റെ പുറത്തോ, പൈസ മോഷ്ടിച്ചതിൻ്റെ പേരിലോ, മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ, വെള്ളം പിടിച്ചുണ്ടായ തർക്കത്തിൻ്റെ പേരിലോ ഒക്കെ അടിയുണ്ട്, അക്രമം ഉണ്ടാവാറുണ്ട്, കൊലപാതകം ഉണ്ടാവാറുണ്ട്. മാത്രമല്ല പ്രാദേശിക ഗുണ്ടാസംഘങ്ങളിലേക്ക് വരെ ഇവിടുത്തെ അന്യസംസ്ഥാന തൊഴിലാളികളെ എടുക്കുന്ന രംഗം കാണുന്നുണ്ട്. ഇതുപോലുള്ള തലത്തിലേക്ക് ഇത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അക്കൂട്ടത്തിൽ തന്നെ മറ്റൊന്ന്, അധികം ആരും ഒരു കാലത്ത് അറിയാത്തൊരു കാര്യമാണ്. പക്ഷേ ഏതാണ്ട് 8-10 കൊല്ലം മുമ്പ് തന്നെ അറിയാവുന്ന ചിലർ റിപ്പോർട്ട് ചെയ്തിരുന്നു, പെരുമ്പാവൂരിൽ വേശ്യാവൃത്തി വളരെ വർദ്ധിച്ചിരിക്കുന്നു. അന്യസംസ്ഥാനത്ത് നിന്ന് പെൺകുട്ടികളെ കൊണ്ടുവരുന്നു. ആ പെൺകുട്ടികളെ ഉപയോഗിച്ചുള്ള വേശ്യാവൃത്തി. അതായത് അതിൻ്റെ ഒരു രീതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു അന്യസംസ്ഥാന തൊഴിലാളി അല്ലെങ്കിൽ ബംഗാളി എന്ന് പറയുന്ന ഒരാളാണ് കസ്റ്റമറെങ്കിൽ അവന് 500 രൂപയും, ഒരു മലയാളി കസ്റ്റമർ വരുവാണെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് 5000 രൂപ മേടിക്കുന്ന തരത്തിലുള്ള ഒരു വേശ്യാവൃത്തി പ്രസ്ഥാനം ഈ ടൗണിൽ ഡെവലപ്പ് ചെയ്തായിരുന്നു. അങ്ങനെ ടൗണിനെ, ഈ പെരുമ്പാവൂർ ടൗണിനെ വളരെ നമുക്കറിയാത്ത എന്തൊക്കെയോ തലങ്ങളിലേക്കും ക്രൈംസിലേക്കും കൊണ്ടുപോയി.
ഇത് ടൗണിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് പോലും ഇങ്ങനെയുള്ള പലതും നടക്കണ്ടെന്ന് അറിയില്ല. കാരണം ബംഗാളിയിൽ നിന്ന് വിളിക്കപ്പെടുന്ന ഈ ആൾക്കാരൊക്കെ മറ്റെന്തൊക്കെയോ ഭാഷ സംസാരിക്കുന്നവരാണ്. അവരുമായിട്ട് നേരിട്ട് പലരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതുകൊണ്ട് ഇത്രയും കാര്യങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയില്ല. പക്ഷേ ലഹരി വന്നതോടുകൂടി പിക്ചർ മാറി. കാരണം ലഹരി അടിച്ച് നടക്കുന്ന ആൾക്കാർ, കിറിഞ്ഞ് നടക്കുന്ന മനുഷ്യർ, ഇവരെക്കുറിച്ചുള്ള ന്യൂസുകൾ വെളി വരുന്നു, വാർത്തകൾ വരുന്നു, ഇതെല്ലാം കൂടെ അതോടുകൂടി കേരളത്തിലെ പോലീസിനും അതുപോലെ എക്സൈസ് വകുപ്പിനും തലവേദനയായൊരു സ്ഥലമായിട്ട് പെരുമ്പാവൂർ മാറി. അങ്ങനെ എന്നാലോ ഇതെന്നോ നിയന്ത്രിക്കേണ്ടതായിരുന്നു. ഇത്രയധികം ലഹരി ഇവിടെ എവിടുന്ന് വരുന്നു? സ്കൂൾ കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നു. അന്യസംസ്ഥാന തൊഴിലാളികൾ മാത്രമല്ല ഉപയോഗിക്കുന്നത്, നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ, നമ്മുടെ മലയാളികൾ ഉപയോഗിക്കുന്നില്ലേ, കോളേജ് വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്നു, സ്കൂൾ കുട്ടികൾ ഉപയോഗിക്കുന്നു. ലഹരി കൊടുത്ത് പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്നു. നൂറുകണക്കിന് പ്രശ്നങ്ങളാണ്. MDMA പോലുള്ള ലഹരികൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് അവരൊക്കെ വീണു പോകുന്ന നിതാന്തമായ ചതിക്കുഴികൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. എത്ര യുവത്വങ്ങൾ നശിച്ചു പോകുന്നു, എത്ര വീടുകൾ കരച്ചിലേക്ക് പോകുന്നു, അവരൊക്കെ എത്രയോ കുടുംബങ്ങൾ നശിക്കുന്നു. ഇതെല്ലാം ഉണ്ടായി. ഇതിനൊന്നും തന്നെ ഇടതുമുന്നണി ഗവൺമെൻറ് വേണ്ടുന്ന രീതിയിൽ തടയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ എന്തായാലും ഇപ്പോഴത്തെ ഗവൺമെൻറ് വന്നതിന് ശേഷം, പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല, അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് അനുകൂലമായിട്ട് പലതും പറയാനുണ്ട്. സുഗതൻ്റെ കേസിലൊക്കെ ഉണ്ടായ പോലത്തെ കാര്യങ്ങളിൽ വിമർശനപരമായിട്ടുള്ള അഭിപ്രായം എനിക്കുണ്ട്. പക്ഷേ ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ എടുത്തിരിക്കുന്ന നടപടി, ഈ ലഹരി മാഫിയയെ വേട്ടയാടൽ, ഇതൊരു ചെറിയ നടപടിയല്ല. അതിൻ്റെ ഫലങ്ങൾ എത്രയും പെട്ടെന്ന് ഉണ്ടാവട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. അനേകം പേര് ഈ കഴിഞ്ഞ ദിവസം തന്നെ 116 പേരെ എങ്ങാണ്ട് ഒരു സ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്തേക്കുന്നത്. ലഹരി വിൽപ്പനയുടെ വേരറുത്തേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ കേരളം നശിച്ചു പോകും. കേരളത്തിൽ അനേകം കുടുംബങ്ങൾ നശിക്കും, യുവത്വം നശിക്കും. പെരുമ്പാവൂരിൽ തന്നെ നേരിട്ട അനുഭവമാണ്. ഏതാനും ദിവസങ്ങൾ മുമ്പ് ഒരു പ്രത്യേക ആവശ്യത്തിനായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വന്നു. അന്ന് പോലീസുകാർ ഭയങ്കര തിരക്കാണ്. കാരണം എന്താ, ആഭ്യന്തരമന്ത്രി വരുന്നുണ്ട്. അദ്ദേഹം ഇതിനെക്കുറിച്ചുള്ള ഒരു അവലോകനം നടത്താനാണ് വരുന്നത്. പോലീസുകാരും ജനപ്രതിനിധികളെല്ലാം തന്നെ ആഭ്യന്തരമന്ത്രിയെ കണ്ടു. പെരുമ്പാവൂരിൻ്റെ അവസ്ഥ സൂചിപ്പിച്ചു. പെരുമ്പാവൂർ സ്റ്റേഷനിൽ ആവശ്യത്തിന് പോലീസുകാരില്ല. ഈ അന്യസംസ്ഥാന തൊഴിലാളികളുടെ കാര്യങ്ങൾ പരിഹരിക്കാനോ അവരുടെ കേസ് ഇടപെടാനോ ആവശ്യത്തിന് ആൾക്കാരില്ല. അവരുടെ ഭാഷകൾ അറിയാവുന്ന പോലീസുകാർ ഇവിടെയില്ല. ഈ വരുന്ന അന്യസംസ്ഥാനക്കാരന് പലർക്കും തന്നെ, അവൻ വന്നിട്ട് ചിലപ്പോൾ 1 മാസം 2 മാസമായിട്ടുണ്ടാവുള്ളൂ, അവന് മലയാളം അറിയില്ല. പക്ഷേ പലരും ക്രൈമുകളിൽ പെടുന്നു. ഇവരോട് സംസാരിക്കാൻ ബംഗാളിയോ ഒറിയയോ അസമീസോ ഭാഷ അറിയാവുന്ന പോലീസുകാർ ഇവിടെയില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ കേരളത്തിലെ പോലീസുകാരെ കൊണ്ട് അന്യസംസ്ഥാന തൊഴിലാളികളുടെ കാര്യത്തിലുള്ള ക്രൈമുകൾ നേരിടാൻ പറ്റില്ല. ആവശ്യത്തിന് പോലീസുകാരില്ല, ഭാഷ അറിയാവുന്ന പോലീസുകാരില്ല, ഇവരുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റിയവരില്ല. എന്തായാലും ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത് വിജയകരമായിട്ടായിരിക്കണം മുന്നോട്ട് പോകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പത്രവാർത്തകൾ കാണുമ്പോൾ അനേകം പേരെ അറസ്റ്റ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്, അനേകം ലഹരി പിടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് ലഹരിയുടെ സപ്ലൈ എത്രയും പെട്ടെന്ന് വേറെ ഇറക്കട്ടെ. അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി നടത്തിയ വേറൊരു പ്രഖ്യാപനമുണ്ട്. പെരുമ്പാവൂരിന് വേണ്ടി തന്നെ പ്രത്യേകം ഒരു പ്ലാറ്റൂൺ പോലീസ് അനുവദിക്കും. ഒരു പുതിയ സ്റ്റേഷൻ വരുമായിരിക്കും തോന്നുന്നു. 30ഓളം പോലീസുകാർ പുതുതായിട്ട് അനുവദിക്കുന്നതാണ് പറയുന്നത്. ആ പോലീസുകാർ ലഹരി പോലുള്ള വിഷയങ്ങൾ ഇടപെടാനും അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഭാഷയിൽ പ്രാവീണ്യമുള്ളവരും ആണെങ്കിൽ ഇവിടുത്തെ ക്രൈംസൊക്കെ കുറേയൊക്കെ പരിഹരിക്കാൻ പറ്റും. എന്തായാലും ഒന്ന് പറയാം, ഇടതുമുന്നണി കയറാൻ മറന്നുപോയൊരു ബസ്സിലാണ് UDF കയറിയിരിക്കുന്നത്. ഈ ഒരു കാര്യം, ലഹരിയെ കൺട്രോൾ ചെയ്യുന്നത് ഇടതുമുന്നണി ഒന്ന് കാര്യമായിട്ട് ശ്രമിച്ചിരുന്നെങ്കിൽ അവർ പല കാര്യത്തിലും പല PR വർക്ക് നടത്തി. പക്ഷേ ലഹരി മാഫിയയെ അടിച്ചമർത്തിക്കൊണ്ട് ലഹരി ഉന്മൂലനം ചെയ്തുകൊണ്ട് ഒരു PR വർക്ക് നടത്തിയിരുന്നെങ്കിൽ അവർ അധികാരത്തിൽ നിന്ന് ഇറങ്ങില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർ കയറാൻ മറന്നുപോയൊരു ബസ്സാണിത്. സത്യത്തിൽ ഇടതുമുന്നണിക്ക് മിസ്സായിപ്പോയി. എന്ത് കാരണം കൊണ്ടാണ് അവർ അതിനെ ലഹരിയെ നിയന്ത്രിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബട്ട് സംഭവം രമേശ് ചെന്നിത്തല വന്നു കഴിഞ്ഞ ശേഷം കൃത്യമായിട്ട് ഇങ്ങനൊരു വിഷയം ഇവിടെ പരിഹരിക്കാനുണ്ട് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തു, അതിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ട്. അത് സ്വാഗതാർഹമാണ്. ലഹരിക്കെതിരെയുള്ള പോലീസിൻ്റെയും എക്സൈസിൻ്റെയും നീക്കം വിജയിക്കട്ടെ. ഈ തൂഫാൻ എന്നുള്ള ഈ ഓപ്പറേഷൻ വിജയിക്കട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു.